അപ്പൊ ചീരയുടെ വിത്ത് മണ്ണിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡയറക്റ്റ് മണ്ണിലേക്ക് സീഡ് വെച്ചിട്ട് ഇവിടെ മുളക്കാത്ത കുറെ ഗ്യാപ്പുകൾ ചമാമിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും തണ്ണിമത്തന്റെ ഇടയിലാണെങ്കിലും കുറച്ച് ഗ്യാപ്പ് നമ്മൾ വെണ്ടക്കത്തയും കക്കേരിക്കൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പത് അവിടെ പാക്കറ്റിൽ നിന്ന് ചീര എടുക്കേണ്ടത് നമ്മൾ മറ്റുള്ള സീഡുകൾ മണ്ണിലേക്ക് വെക്കുന്ന പോലെ അല്ല. ചീരയുടെ നമ്മൾ ഒരു ഇതിൽ തന്നെ ചിലപ്പം കൂടുതൽ സീഡൊക്കെ പോകാൻ ചാൻസ് ഉണ്ടാവും. സാധാരണ ചീരൊക്കെ മണ്ണിലേക്ക് ഇടല് മണല് കൂട്ടി മിക്സ് ചെയ്തിട്ട് വിതക്കലല്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഗ്യാപ്പ് വന്നുകൊടുത്ത് ഫില്ല് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ചീര എങ്ങനെ ഇടും? കള വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇടല്ല എത്ര ഉണ്ട്? 3-4 പോകും. 3-4 പോകും അല്ലേ? ഞാൻ കള പറിച്ചു തരാം, നിങ്ങൾ വിത്തിട്ടോളെ. വെറുതെ ഈ സ്ഥലം നമ്മൾ ഒഴിച്ചിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പണി ചെയ്യുന്നത്. കാരണം വെള്ളം വളമൊക്കെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വെറുതെ ഗ്യാപ്പ് ഇതേമാതിരി വിടണ്ടല്ല. കുറച്ച് ചീര കിട്ടിയാൽ വീട്ടാവശ്യത്തിനെങ്കിലുള്ള കിട്ടിയാൽ അതായല്ല. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഏരിയയിൽ വിത്ത് മുളക്കാത്ത ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നില്ല, അതിലൊക്കെ നമ്മൾ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാർച്ച് 7-ാം തീയതിയാണ് ഇന്ന്. ചീര ഒരു മാസമാണ് ഹാർവെസ്റ്റിംഗ് പറയുന്നത്. അപ്പോൾ ഇത് ഏപ്രിൽ 7-ാം തീയതി, ഏപ്രിൽ 1 മുതൽ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് ചീര ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം മുളക്കുന്നു എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ബാക്കി കാഴ്ച വന്നാളെ.